1993 ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ മകനായി ജനിച്ച ലോറൻസ് ബിഷ്ണോയിയുടെ യഥാർത്ഥ പേര് ബാൽകരൺ ബ്രാർ എന്നാണ്. 2010 പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേരും വരെ ഒരു സാധാരണ യുവാവായിരുന്നു. സ്കൂൾ കാലം മുതലുള്ള ഗേൾഫ്രണ്ടും കോളേജിൽ ഒപ്പം പഠിക്കാനെത്തി. കോളേജിലെത്തിയപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റു. ഈ തോൽവി വലിയ ആഘാതമായിരുന്നു ബാൽകരണിന്. ഉടൻ തന്നെ ഒരു തോക്ക് സംഘടിപ്പിച്ചു. കോളേജ് രാഷ്ട്രീയം തോക്കിൻ മുനയിൽ നിയന്ത്രിക്കാനായി പിന്നീട് ശ്രമം. ജയിച്ചയാളുടെ ഗ്യാങ്ങും ശക്തരായിരുന്നു. കോളേജിൽ സംഘട്ടനം പതിവായി. ഈ സംഘടനകൾക്കിടയിൽ ബാൽകരണിൻ്റെ ഗേൾഫ്രണ്ടിനെ എതിരാളികൾ ജീവനോടെ തീവെച്ച് കൊന്നു എന്ന് പറയപ്പെടുന്നു. ഇതോടെ ബാൽകരൺ പ്രതികാരദാഹിയായി മാറി. എതിരാളികളുമായുള്ള സംഘട്ടനവും പതിവായി. 2011 തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തുക, പണം പിടുങ്ങുക തുടങ്ങിയ പരിപാടികളിലായി ഹരം. സ്കൂൾ കാലം മുതൽ ബാൽകരൺ സ്വയം വിളിച്ചിരുന്നത് ലോറൻസ് എന്നായിരുന്നു. ഗ്യാങ്സ്റ്റർ ആയതോടെ ലോറൻസ് ബിഷ്ണോയി എന്ന പേര് സ്വീകരിച്ചു. റിയൽ എസ്റ്റേറ്റുകാരും അബ്കാരികളും ഉൾപ്പെടുന്ന ബിസിനസ്സുകാരായിരുന്നു ബിഷ്ണോയുടെ സ്ഥിരം ഇരകൾ. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ ജാട്ട് യുവാക്കൾക്കിടയിൽ ലോറൻസ് ബിഷ്ണോയ്ക്ക് ഒരു റോബിൻ ഹുഡ് പ്രതിച്ഛായ കൈവന്നു. ഇതോടെ ബിഷ്ണോയി ഗ്യാങ്ങിലേക്ക് കൂടുതൽ യുവാക്കൾ ആകൃഷ്ടരായി. 2015 ഒരു ബിസിനസ്സുകാരനെ വധിക്കാൻ ശ്രമിച്ച് പണം തട്ടിയെടുത്ത കേസിൽ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്യും വരെ പഞ്ചാബിലും ഹരിയാനയിലും ബിഷ്ണോയ് ഗ്യാങ് പേടി സ്വപ്നമായിരുന്നു. ജയിലിൽ പോയതോടെ ബിഷ്ണോയ് ഗ്യാങ് തീർന്നു എന്ന് കരുതിയെങ്കിൽ തെറ്റി. ലോറൻസ് ബിഷ്ണോയ് ജയിലിലായതോടെ ആ ഗ്യാങ് കൂടുതൽ ശക്തരാവുകയാണ് ചെയ്തത്. ജയിലിലിരുന്ന് ബിഷ്ണോയ് തൻ്റെ ഗ്യാങ്ങിനെ വലുതാക്കി. മൊബൈൽ ഫോൺ വഴിയായി ഓപ്പറേഷൻ. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ബിഷ്ണോയ് ഗ്യാങ് വളർന്നു.